ബിഗ് ബോസ് സീസൺ 6 ലൈവിലേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റാത്ത അത്ര കണ്ടന്റ് ഉണ്ട്. അത്രയധികം കാര്യങ്ങളാണ് പുറത്ത് നിന്ന് അകത്തേക്ക് എത്തിയിരിക്കുന്നത്. പണ്ടൊക്കെ വൈൽഡ് കാർഡുകൾ വരുന്ന സമയത്ത് പേടിച്ചും പതുങ്ങിയൊക്കെ വേണം ഹിൻഡുകൾ കൊടുക്കാനായിട്ട്. ഇപ്പം അങ്ങനെയൊന്നുമല്ല. പുറത്തുനിന്ന് കേൾക്കുന്ന കാര്യങ്ങൾ അതേപടി ക്ലിയർ ആൻഡ് ക്രിസ്പായിട്ട് വൈൽഡ് കാർഡുകൾ കണ്ടസ്റ്റൻസിന് പറഞ്ഞു കൊടുക്കുകയാണ്. സീക്രട്ട് ഏജന്റ് സായി അദ്ദേഹത്തിൻ്റെ തൊഴിൽ ഭംഗിയായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അകത്തുള്ള കാര്യങ്ങൾ പുറത്തെത്തിക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം ചെയ്തിരുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുറത്തുള്ള കാര്യങ്ങൾ അകത്ത് ക്ലിയർ ആയിട്ട് എത്തിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ചെയ്യുന്നത്. ജാസ്മിന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പുറത്ത് എന്താണ് ആളുകൾ നോക്കിക്കാണുന്നത്. ജാസ്മിൻ്റെ വിവാഹം ഉറപ്പിച്ചു. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചിട്ടും അദ്ദേഹം ഇട്ട ഓഡിയോയെക്കുറിച്ചിട്ടും സീക്രട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സീക്രട്ടായിട്ടൊന്നുമല്ല, പരസ്യമായിട്ട്. ഇനി സീക്രട്ടുകളില്ല, പരസ്യമായിട്ടുള്ള പറച്ചിലുകളൊക്കെ ഉള്ളൂ. അതെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ജാസ്മിൻ സമ്മതിച്ച് കൊടുക്കുന്നില്ല, പക്ഷെ എന്നാലും ജാസ്മിൻ ഓൾമോസ്റ്റ് തീർന്ന് ഇരിക്കുകയാണ്. പക്ഷേ ജാസ്മിനിൽ ഞാൻ കാണുന്ന ഒരു ക്വാളിറ്റി ഉണ്ട്. ഇത് മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു പിടിവാശി, അതൊരു ക്വാളിറ്റിയാണ്. അത് തൻ്റെ ഗെയിമിൽ അല്ലെങ്കിൽ തന്നിൽ ഉറച്ച വിശ്വാസമുള്ള സമയത്ത് ആളുകൾ ചെയ്യുന്നതാണ്. അല്ല, ഇനിയിപ്പോൾ വിശ്വാസം ഇല്ലാത്ത സമയത്ത് അറ്റ കൈ പ്രയോഗത്തിന് വേണ്ടി അഭിനയിക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ നമുക്കറിയില്ല. എന്നാലും മറ്റേതാണ് എന്നുണ്ടെങ്കിൽ അതിന് ഞാനൊരു കയ്യടി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വൈൽഡ് കാർഡായിട്ട് വന്ന ആളുകൾ എന്തൊക്കെയാണ് ഹൗസിൽ പറഞ്ഞത് എന്നുള്ളതിലേക്ക് ഒന്ന് ക്ലിയർ ആയിട്ട് പോവേണ്ടതുണ്ട്. ഇതോടുകൂടി ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ നിർത്തുകയാണ്. ഇനി എപ്പിസോഡ് റിവ്യൂവിൽ കാണാം. അല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ പണി പോകാൻ സാധ്യതയുണ്ട്. കാരണം രാവിലെ തൊട്ട് എത്ര നേരമാണെന്നറിയാം എൻ്റെ ഫ്രണ്ട് ഇരിക്കുന്നത്. പക്ഷേ വെർത്താണ്. ഇരുന്നത് കൊണ്ട് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ആദ്യം തന്നെ അഭിഷേക് ശ്രീകുമാറാണ് വരുന്നത്. അഭിഷേക് ശ്രീകുമാർ അറിയാം, ഇമോഷൻസ് ഇല്ല, വില്ലനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന ഒരു പാവമാണ്. അഭിഷേക് ശ്രീകുമാർ ആദ്യം തന്നെ അൻസിബയെ കുറിച്ചിട്ടാണ് പറയുന്നത്. റൂമിൽ നിന്ന് ഇറങ്ങി കളിക്കണം, അവിടെയുള്ള ഒരു മഞ്ഞക്കിളിയായിട്ടാണ് ഞാൻ അൻസിബയെ നോക്കി കാണുന്നത്. എന്ന് വെച്ചാൽ അൻസിബ ഒട്ടും ആക്റ്റീവ് അല്ല, ഒരിടത്ത് ഇരുന്ന് കളിക്കുന്ന മടിച്ചിയാണ് എന്നുള്ളതാണ്. പിന്നെ ഋഷിയെ കുറിച്ചിട്ട് പറയുന്നു, വളരെയധികം നിരാശപ്പെടുത്തുന്നു. ഒത്തിരിയധികം ഫാൻസൊക്കെ പുറത്തുണ്ടായിരുന്നു, എന്നാലും ഋഷിയുടെ ഈ ഒരു ഗെയിം വളരെയധികം നിരാശപ്പെടുത്തുന്നുണ്ട്. ഈ ഋഷി അൻസിബ ചേർന്നിരുന്നത് കൊണ്ട് പറയാനല്ല ആളുകൾക്ക് ഒരു എളുപ്പമുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു കോംബോ, ഫ്രണ്ട്ഷിപ്പ് കോംബോനെ ആളുകൾ നല്ല രീതിയിൽ വിമർശിക്കുന്നുണ്ട്. ശ്രീധുവിനെ കുറിച്ചിട്ട് പറയുന്നു, കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടില്ല. കരണിയെ കുറിച്ചിട്ട് പറയുന്നത്, വെക്കേഷൻ മൂഡിലാണ്, സ്ക്രീൻ സ്പേസ് ഒന്നും കിട്ടുന്നില്ല, ഞങ്ങൾക്കൊന്നും കാണാനായിട്ട് പറ്റുന്നില്ല. റിസ്മിനെ കുറിച്ചിട്ട് പറയുന്നത്, പവർഫുള്ളാണ്, പിന്നിൽ നിന്ന് കുത്താത്ത ഒരാളായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. നോറയെ കുറിച്ചിട്ട് പറയുന്നത്, വിക്ടിം കാർഡ് ഇറക്കി കളിക്കുന്ന ഒരാളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചില നോക്കിക്കാഴ്ചകൾ നമ്മളും പലപ്പോഴും നോറയുടെ ഗെയിമിൽ നടത്തിയിരുന്നു. അർജുനെ കുറിച്ചിട്ട് പറയുന്നത്, പേഴ്സണാലിറ്റി വിട്ടിട്ട് ഒരു കളിയില്ല, പേഴ്സണാലിറ്റിയിൽ നിന്നിട്ട് ആ ഒരു പിടിച്ചു വെച്ചിരിക്കുന്ന പേഴ്സണാലിറ്റിയിൽ നിന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി ഒരു ഗെയിമറായി മാറേണ്ടതുണ്ട്. ജിൻഡോയെ കുറിച്ചിട്ട് പറയുന്നത്, അദ്ദേഹം ജിൻഡോയുടെ ഫാനായിരുന്നു, ജിൻഡോയുടെ ഫാനായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഫാനൊന്നുമല്ല, ധാരാളം ചീത്തകളൊക്കെ വിളിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കള്ളമൊന്നും പറയുന്നത് യോജിക്കാൻ പറ്റുന്നില്ല. ശ്രീരേഖയെ കുറിച്ചിട്ട് പറയുന്നത്, കുറച്ചും കൂടെ ആക്റ്റീവ് ആവേണ്ടതുണ്ട്. പിന്നെ സ്ത്രീ എന്ന് ജാസ്മിനെതിരെ ഒരു പ്രശ്നം ഉന്നയിച്ചല്ലോ, അത് എന്തിനു വേണ്ടിയാണ്? ഇത് നമ്മുടെ എസിൻ്റെ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന സംഗതിയാണ്. പക്ഷേ ഇതൊരു നല്ല പോയിന്റാണ്. കാരണം നമ്മൾ അന്ന് തന്നെ റിവ്യൂവിൽ പറഞ്ഞതാണ്, സ്ത്രീയെ പിന്നെ സ്ത്രീ എന്നല്ലാതെ പിന്നെ എന്താണ് വിളിക്കേണ്ടത്? അപ്പം നമ്മൾ പുരുഷ എന്ന് വിളിക്കാത്തത് ആരെങ്കിലും പറഞ്ഞു പുരുഷ എന്ന് വിളിക്കരുതെന്ന്. അപ്പോൾ ഓരോ ആളുകളും അവരുടെ ജെൻഡർ ഐഡൻറ്റിറ്റിയിൽ ആത്മാഭിമാനമുള്ളവരായിരിക്കേണ്ടതാണ്. അപ്പോൾ അത് എസ് അവിടെ ചോദിച്ചത് നല്ലൊരു പോയിന്റായിരുന്നു. ഗബ്രിയേയും ജാസ്മിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഒന്നിച്ച് പറയണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കൂട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നാലേ കാര്യമുള്ളൂ എന്നുള്ളതാണ് എസ് അവിടെ ഉദ്ദേശിക്കുന്നത്. ജാസ്മിനോട് നമ്മുടെ എസിന് നല്ല ഒരു ഇതുണ്ട്. ഇപ്പം എസ് ജാസ്മിനെ ഒന്ന് ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. ഉളുപ്പുണ്ടോ ജാസ്മിനെ എന്നുള്ളതാണ് നാട്ടുകാർ ചോദിക്കുന്നത് എന്നൊക്കെ എസ് പറയുന്നു. ജാസ്മിന് അതേപോലെ തന്നെ ജാൻമണിയോട് പറയുന്നു, ജെൻഡർ കാർഡ് ഇറക്കി കളിക്കുന്നു, പിന്നെ ഭയങ്കരമായിട്ട് ശാപവാക്കുകൾ ഉപയോഗിക്കുന്നു. അപ്പോൾ എസിൻ്റെ കസരത്ത് കഴിഞ്ഞിരിക്കുകയാണ്. പിന്നീട് വന്നത് പൂജയാണ്. പൂജ വരുമ്പോൾ തന്നെ പറയുന്നുണ്ട്, ഹൗസിൽ ഫൺ എലമെൻറ്റുകൾ കുറവാണ്, എപ്പോഴും കരച്ചിലും മടിയും അതൊക്കെ ഉള്ളൂ. അപ്പോൾ പൂജയുടെ ഒരു ഉദ്ദേശം തന്നെ ഫൺ എലമെൻറ്റുകൾ കൊണ്ടുവരിക എന്നുള്ളതാണല്ലോ. പൂജയ്ക്ക് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട്, നിലപാടുകളുണ്ട്, നല്ല രീതിയിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അറിയാം. അപ്പോൾ അൻസിബയെ കുറിച്ചിട്ട് പറയുന്നത്, ബാക്കിൽ നിന്ന് കളിക്കുന്ന ഒരാളായിട്ട് തോന്നി, മുഖത്ത് നോക്കി കാര്യം പറയാത്തതുപോലെയും തോന്നി, റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്നില്ല. ഋഷിയെ കുറിച്ചിട്ട് പറയുന്നത്, ആസ് എ പേഴ്സൺ എനിക്ക് താങ്കളെ വലിയ ഇഷ്ടമാണ്, പക്ഷേ ഗെയിമിൽ ആ ഒരു ജെനുവിനിറ്റി അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ള താങ്കളുടെ ക്വാളിറ്റികൾ വർക്കാവാൻ സാധ്യതയില്ല. ശ്രീധുവിനെ കുറിച്ചിട്ട് പറയുന്നത്, ഗുഡാണ്, ഭയങ്കര സപ്പോർട്ടീവാണ് എല്ലാ ആളുകൾക്കും, പക്ഷേ ഗെയിമിലേക്ക് വരുന്നില്ല. ശരണിയെ കുറിച്ചിട്ട് പറയുന്നത്, ഇപ്പോൾ കഴിഞ്ഞ വീക്കുകളിൽ നിന്നിട്ടും കുറച്ച് ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്. റസ്മിനെ കുറിച്ചിട്ട് പറയുന്നത്, റസ്മിൻ കുറച്ചും കൂടെ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യണം, സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു മര്യാദ കൊണ്ടുവരണം, പിന്നെ ആ ഒരു വേസ്റ്റൊക്കെ എടുത്ത് എറിഞ്ഞ കാര്യം, അപ്പോൾ അതിലൊക്കെ ഒരു ക്രിറ്റിസിസം ഇവിടെ പൂജ പറയുന്നുണ്ട്. അപ്സരയെ കുറിച്ചിട്ട് പറയുന്നത്, നല്ലൊരു ക്യാപ്റ്റനാണ്, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്,
അപ്സരയെ കുറിച്ചിട്ട് എല്ലാ ആൾക്കാരും നല്ല അഭിപ്രായമാണ് കേട്ടോ പറയുന്നത്. ചെറിയ ചെറിയ വിമർശനങ്ങളൊക്കെ ഉള്ളൂ. നോറയെ കുറിച്ചിട്ട് പറയുന്നത് നോറ ഭയങ്കര സെൻസിറ്റീവാണ്, ഒരു ക്രൈ ബേബിയാണ്. ഇനി ഇതും പറഞ്ഞ് കരയരുത് എന്ന് പറയുന്നുണ്ട്. അതും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൂജയോട് അതും പറഞ്ഞ് കരയുന്നതാണ് എനിക്ക് കാണാൻ പറ്റിയത്. ഗെയിമിനെ ഗെയിമായിട്ട് നോക്കി കാണണം, ഡൗൺ ആവരുത് എന്നുള്ളതാണ് ഉപദേശം. അർജുനെ കുറിച്ചിട്ട് പറയുന്നത് ചിരി മാത്രം പോരാ, ഇപ്പോൾ വല്ലാതെ ഗെയിം ഡൗൺ ആയിട്ടുണ്ട്. ജിൻഡോയെ കുറിച്ചിട്ട് പറയുന്നത് കള്ളൻ എന്ന് വിളിക്കും എന്നുള്ളതാണ്. കാരണം അത്രയധികം കള്ളങ്ങളാണ് ജിൻഡോ പറയുന്നത്. പക്ഷേ എത്രയധികം കള്ളങ്ങൾ പറഞ്ഞാലും പ്രേക്ഷകർ ഈ പറയുന്ന കള്ളങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. പ്രേക്ഷകർ മണ്ടന്മാരല്ല എന്നുള്ളത് പൂജ ഇവിടെ എടുത്തു പറയുന്നുണ്ട്. ശ്രീരേഖയെ കുറിച്ചിട്ട് പറയുന്നത് ശ്രീരേഖയെ പുറത്തുനിന്ന് വലിയ ഇഷ്ടമായിരുന്നു പൂജയ്ക്ക്. പൂജയുടെ ആദ്യ ഇൻ്റർവ്യൂ ശ്രീരേഖയ്ക്കൊപ്പമായിരുന്നു. എന്നാൽ ശ്രീരേഖയുടെ ഒറിജിനൽ ടാലൻറ്റുകൾ ഇങ്ങടേക്ക് വരുന്നില്ല. ജബ്രി കോംബോനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ജാസ്മിനെ കുറിച്ചിട്ട് പറയുന്നത് ജാസ്മിനെ മുന്നേ പരിചയമുണ്ട്, പക്ഷേ ജാസ്മിൻ ഈ ഒരു ഗെയിമാണ് ഇവിടെ കൊണ്ടുവരുന്നത് എന്ന് എക്സ്പെക്റ്റ് ചെയ്തില്ല. അപ്പം ജാസ്മിൻ്റെ ആ ഒരു കോംബോയെ മെൻഷൻ ചെയ്തതുകൊണ്ട് അവർക്കൊരു ഏകദേശം ഐഡിയ കിട്ടി. പിന്നെ ഗബ്രിയെ കുറിച്ചിട്ട് പറയുന്നത് ഗബ്രി ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആണ്, വീട്ടിൽ നിന്നിട്ട് മാറി നിൽക്കുന്നതുകൊണ്ടൊക്കെ ആയിരിക്കാം അങ്ങനെ ഗബ്രി അങ്ങോട്ട് ഇരുത്തി എല്ലാവരും കൂടെ. ജാസ്മിനോട് കുറച്ച് ഫണ്ണൊക്കെ കൊണ്ടുവരണം, എപ്പോഴും ഇങ്ങനെ ഒച്ചയെടുത്ത് സംസാരിക്കുന്നത് ബോറാവുന്നുണ്ട് എന്നുള്ളത്. ജാൻമണിയെ കുറിച്ചിട്ട് പൂജ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ശാപവാക്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് എന്നൊക്കെ എടുത്ത് പറയുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ക്രിറ്റിസിസം വരുന്ന സമയത്ത്, തെറ്റ് ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് അത് എടുക്കണം. ഒരു സോറി പറയുന്നതിനകത്ത് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പൂജ അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അതിനുശേഷം കണ്ടസ്റ്റൻസിന് എല്ലാ ആളുകൾക്കും എക്സ്പ്ലനേഷൻ കൊടുക്കാൻ അവസരമുണ്ട്. അവിടെ പല ആൾക്കാരും വീണ്ടും വന്ന് സെയിം കഥ വായിക്കുന്നുണ്ട്. പിന്നീട് വന്നത് നന്ദനയാണ്. നന്ദന ഇത്തിരി ടെററാണ്, മുഖത്തടിച്ച് പറയുന്ന ഒരു ടൈപ്പാണ്. ഇപ്പോൾ തന്നെ നന്ദന വരുന്നതിന് മുമ്പ് തന്നെ പ്രേക്ഷകരിൽ കുറേയധികം ആളുകൾക്ക് ഇഷ്ടമായില്ല. എന്തായാലും നിൽക്കട്ടെ ഇവിടെ, എന്തുവാണ് തുള്ളണത് എന്നൊക്കെ പറയുന്ന ഒരു അപ്രോച്ച് പല ആളുകൾക്കുണ്ട്. ഇത് കളിക്കട്ടെ, 2 ദിവസം കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ജാൻമണി ചുമ്മാ ഓളി ഇടുന്നു, ഒട്ടും റെസ്പെക്റ്റ് ഇല്ല, അങ്ങനെയുള്ള ഒരു വർത്താനം, ശാപവാക്കുകൾ, അതിനെക്കുറിച്ചിട്ടൊക്കെ തന്നെയാണ് നന്ദനയ്ക്ക് പറയാനുള്ളത്. ജാസ്മിന് തീരെ വൃത്തിയില്ല, ഭക്ഷണം ഉണ്ടാക്കുമ്പോഴൊക്കെ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് റൂഡായിട്ട് സംസാരിക്കുകയാണ്. കുറച്ച് മര്യാദയാവാം. ബിഗ് ബോസ് സീസൺ ആണെന്ന് പറഞ്ഞാലും നമ്മൾ ഒരാളോടൊരു കാര്യം പറയുന്ന സമയത്ത്, ഒരു വിമർശനം പറയുന്ന സമയത്ത് അത് അയാൾ തിരുത്തണം. അയാൾ തിരുത്താൻ വേണ്ടിയായിരിക്കണം പറയേണ്ടത്, അല്ലാതെ അയാളെ കുറ്റപ്പെടുത്തേണ്ട ഒരു കാര്യമല്ല. ഇപ്പോൾ അയാൾ വലിയൊരു ക്രൈം ചെയ്തിട്ട് വന്നാണെങ്കിൽ ഓക്കെ, ഇതങ്ങനെയല്ല. അത് പറയേണ്ട ഒരു മര്യാദയ്ക്ക് പറയണം. അത് സിബിനൊക്കെ ചെയ്യുന്നത് കണ്ടുപഠിക്കണം. ഗബ്രിയെ വാഴച്ചോട്ടിൽ ഒട്ടിയിരിക്കുന്ന ആളുടെ കൂടെയാണ് പെടുത്തിയിരിക്കുന്നത്. ശ്രീരേഖ പാവമാണ്, ഇഷ്ടമാണ്, ഒതുക്കമാണ്, പക്ഷെ അതിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടതുണ്ട്. ജിൻഡോ കഥകൾ ഇറക്കുന്ന ഒരാളാണ്, കള്ളം പറയുന്ന ഒരാളാണ്, വീട്ടുകാരെയൊക്കെ തെറി പറയുന്ന ഒരാളാണ്. ജാസ്മിൻ്റെ വീട്ടുകാരെ പറഞ്ഞു എന്നുള്ളതാണ് നന്ദന പറയുന്നത്. ആക്ച്വലി ഗബ്രിയുടെ ആണല്ലോ, അപ്പോൾ അത് തെറ്റിപ്പോയി എന്നുള്ളത് അവർ ഒരു ക്ലാരിഫിക്കേഷനായിട്ട് കൊടുക്കുന്നുണ്ട്. അർജുൻ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നു എന്നൊക്കെ പറയുന്നു, അതെനിക്ക് മനസ്സിലായില്ല. നോറ മൂലയ്ക്ക് പോയിരുന്ന് കരയുന്ന ഒരാളായിട്ട് അങ്ങോട്ട് ചിത്രീകരിക്കുന്നു. അപ്സര മുഖത്ത് നോക്കി കാര്യം പറയുന്ന സ്ട്രോങ് ഗെയിമറാണ്, ബാക്കിയുള്ള വൈൽഡ് കാർഡുകൾ പറയുന്നത് പോലെ തന്നെ. റസ്മിൻ വേസ്റ്റ് എറിഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്, മര്യാദയില്ലാത്ത സ്വഭാവത്തെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. കരണി ആക്റ്റീവ് ആവണം, തീരെ ഗെയിമിൽ കാണാനില്ല. ശ്രീധുവിനെ കുറിച്ചിട്ട് പറയുന്നത് ക്യൂട്ട്നെസ് മാത്രം പോരല്ലോ എന്നുള്ളതാണ്. ഋഷിയെക്കുറിച്ചിട്ട് പറയുന്നത് അൻസിബയുടെ പാവയാണ് ഋഷി, കീ കൊടുത്തു കഴിഞ്ഞാൽ പ്രവർത്തിക്കുന്ന അൻസിബയുടെ പാവയാണ് ഋഷി. ഋഷിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല, അതിനെക്കുറിച്ചിട്ടും ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. അൻസിബ ഫുൾ ടൈം റൂമിൽ ഇരിക്കുന്ന ഒരാളാണ്, റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്നില്ല. അതിനുശേഷം അഭിഷേക് ജയദീപാണ് വരുന്നത്. അദ്ദേഹം പറയേണ്ട കാര്യങ്ങൾ വൃത്തിയായിട്ട് മാന്യമായിട്ട് പറഞ്ഞ് അവതരിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം ആദ്യം എല്ലാവർക്കും വേണ്ടിയും ഒരു കാര്യം പറയുന്നുണ്ട്. സെക്ഷൽ അസോൾട്ട് എന്ന് പറയുന്നത് അങ്ങനെ ചുമ്മാ എടുത്ത് ആരോപിക്കേണ്ട ഒരു സംഗതിയല്ല, അത് പുറത്തേക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് ഭയങ്കര റോങ് ആണ്. അപ്പം ചുമ്മാ ഒരാൾ വന്ന് തൊട്ടു പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് സെക്ഷൽ അസോൾട്ട് ആരോപിക്കരുത്. അത് ഗബ്രിക്കെതിരെ പറഞ്ഞതാണ്. അപ്പോൾ ജാൻമണിയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, നിങ്ങളൊരു LGBTQ കമ്മ്യൂണിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്ത് വരുന്ന ഒരാളാണ്. അപ്പോൾ ഈ ശാപവാക്കുകൾ, അർദ്ധനാരീശ്വരൻ എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെക്കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ശാപവാക്കുകൾ ചൊരിയുന്നവരാണ് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് നിങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് ഭയങ്കര റോങ് ആണ്. ജാൻമണിയോട് മുന്നേയും ഈ ജെൻഡർ കാർഡിനെ കുറിച്ചിട്ടൊക്കെ ഈ അഭിഷേക് AJ പറഞ്ഞ സമയത്ത് ഇദ്ദേഹം അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം പറഞ്ഞു കൊടുക്കുന്ന രീതി കുറച്ചും കൂടെ മര്യാദയുള്ളതാണ്. ഗബ്രിയെ കുറിച്ചിട്ട് പറയുമ്പോൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എടുത്ത് പറയുന്നുണ്ട്. ആണുങ്ങളെപ്പോലെ കളിയിടാ, ആണുങ്ങളെപ്പോലെ വർത്താനം പറയടാ എന്നൊക്കെ ഗബ്രി ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ, മറ്റേ വാവാച്ചി മെൽഷോണിസ്റ്റ് നമ്മൾ ഇന്നലെ കളിയൊക്കെ വിളിച്ചതുപോലെ. അപ്പോൾ അത് ഇവിടെ നമ്മുടെ AJ ചോദിക്കുന്നുണ്ട്. അപ്പം അതൊരു സ്ട്രോങ് ആയിട്ടുള്ള വിമർശനമാണ്. അതേപോലെ ആ ഒരു ഷാഡോ ആയിട്ട് നിൽക്കുന്ന കാര്യത്തെക്കുറിച്ചിട്ടും പറയുന്നുണ്ട്. പിന്നെ ജെൻഡർ എല്ലാത്തിലും എടുത്തിടുന്നുണ്ടല്ലോ. ഇപ്പോൾ ഈ ആണെന്ന് പറയുന്ന ഒരു ജെൻഡർ എടുത്തിടേണ്ട ആവശ്യമില്ല, അത് ജാൻമണി ചെയ്യുന്നത് പോലെ തന്നെ ഗബ്രിയും ചെയ്യുന്നുണ്ട്. ശ്രീരേഖയെ കുറിച്ചിട്ട് പറയുന്നത് ഭയങ്കര ചിയർഫുള്ളാണ്, ഹാപ്പിയാണ്, പക്ഷേ ആ ഒരു ഫയർ വന്നപ്പോഴത്തെ ഫയർ കുറഞ്ഞിട്ടുണ്ട്. ജിൻഡോയെ കുറിച്ചിട്ട് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും നല്ല എൻ്റർടൈനറാണ്,
അനാവശ്യമായിട്ടുള്ള സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കുന്നത് കുറച്ച് കഴിഞ്ഞാൽ ബെറ്ററാണ്. ഇതിപ്പോൾ രാവിലെ ജിൻഡോ ഒന്നേ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കിയേക്കോ, ഒരു അടി ഉണ്ടാക്കിയാലോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് എന്ന് എടുത്തു പറയുന്നുണ്ട്. അർജുൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു, നല്ല പൊട്ടൻഷ്യലുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ്. ഇടയ്ക്കൊന്ന് ഡൗൺ ആയിരുന്നു, എന്നാൽ ഇപ്പോൾ കയറി വരുന്നുണ്ട്. ഗെയിമിലേക്ക് ഇറങ്ങണമെന്നുള്ളതാണ് എല്ലാ ആൾക്കാരുടെയും ഒരു ഉപദേശം. നോറ ഇവിടുത്തെ യൂസ്ലെസ് കണ്ടസ്റ്റൻ്റ് ആയിട്ട് തോന്നുന്നു എന്ന് AJ സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ ആ ഒരു ഇമോഷണൽ അപ്രോച്ചിനെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. അപ്സര വീണ്ടും നല്ല സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻ്റ് ആണ്, മുഖത്ത് നോക്കി പറയുന്ന കണ്ടസ്റ്റൻ്റ് ആണ്. ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ വിന്നർ മെറ്റീരിയൽ അല്ല, അത് ഇന്നലെ വരുന്ന സമയത്ത് തന്നെ AJ പറഞ്ഞിരുന്നു. റസ്മിൻ വളരെ ആക്റ്റീവാണ്, പക്ഷേ ഭയങ്കര ഡിസ്റെസ്പെക്റ്റ് ആണ്. ഇങ്ങോട്ട് പോടാ അങ്ങോട്ട് പോടാ എന്നൊക്കെ വിളിക്കും എന്ന് പറഞ്ഞു. അതിപ്പം നമ്മുടെ AS വരുമ്പം തന്നെ ആൾക്കാരെ ഭയങ്കരമായിട്ട് എടാ പോടാ, പേര് വരുന്ന ദിവസമെങ്കിലും പേരൊന്ന് വിളിക്കണ്ടേ, അപ്പോൾ അത് അങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ ശരണ്യ ഒരു ഗുഡ് കണ്ടസ്റ്റൻ്റ് ആണ്, പക്ഷേ ഗെയിമിലേക്ക് ആക്റ്റീവ് ആവണം. ശ്രീതു യു ആർ എഗെയിൻ എ യൂസ്ലെസ് കണ്ടസ്റ്റൻറ്റ് എന്നുള്ളതാണ് AJ പറയുന്നത്. ഋഷി പേഴ്സണലി ഇഷ്ടമാണ്, ജെനുവിനാണ്, പക്ഷേ ഒരു ഗെയിമർ മെറ്റീരിയൽ അല്ല, ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല. അൻസിബയെ കുറിച്ചിട്ട് പറയുന്നത്, അൻസിബയ്ക്ക് പേടിയുണ്ടോ എന്ന് വീണ്ടും ചോദിക്കുന്നു. ഇല്ല എന്ന് AJയോട് അൻസിബ് പറയുന്ന സമയത്ത് ജാൻമണിയെ പേടിയുണ്ടോ, ശാപവാക്കുകൾ പേടിയുണ്ടോ, ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്താകുമെന്ന് പേടിയുണ്ടോ, പിന്നെ എന്തുകൊണ്ടാണ് ജാൻമണി അന്ന് ശപിക്കുന്ന സമയത്ത് അൻസിബ് ചോദിക്കാതിരുന്നത്? ഗുഡ് ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ പലപ്പോഴും റിവ്യൂവിൽ പറഞ്ഞാണ്. അപ്പോൾ അതങ്ങനെ അൻസിബയെ കുറിച്ചിട്ട് പറയുന്നു. അപ്പോൾ ആ ഒരു റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ഗെയിം കളിക്കാൻ പറ്റുള്ളൂ. സീക്രട്ട് ഏജൻറ്റ് നമുക്കറിയാം, സീക്രട്ട് ഏജൻറ്റ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തതുപോലെ തന്നെ ജിൻഡോനെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം സീക്രട്ട് ഏജൻറ്റ് ജിൻഡോനെ മാമ എന്ന് വിളിച്ചു. മാമ എന്ന് വിളിക്കുന്നതിന് പിന്നിൽ എന്താണ് അർത്ഥം എന്നുള്ളത് നമുക്ക് അറിയാം. അപ്പോൾ ആ ഒരു മാമ വിളി തന്നെയാണ് സീക്രട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പിന്നിലുള്ള ഒരു കാരണത്തെക്കുറിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം 1-2 വെളിപ്പെടുത്തലൊക്കെ കണ്ടിരുന്നല്ലോ. അപ്പോൾ എന്താണെങ്കിലും ജിൻഡോയ്ക്ക് കാര്യം മനസ്സിലായി. ജിൻഡോ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ജിൻഡോ 10-20 ആൾക്കാരെ കുറിച്ച് അന്വേഷിച്ച് പഠിച്ചു വന്നതല്ലേ, അപ്പം ഞാനും ഒന്ന് അന്വേഷിച്ചു എന്ന് സീക്രട്ട് പറയുന്നുണ്ട്. പുറത്തു നിന്ന് ചില സീക്രട്ടുകളൊക്കെ തപ്പിയെടുത്തിട്ടുണ്ട്. അപ്പം ജിൻഡോയ്ക്ക് എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ട്. ഏതായാലും ആ ഒരു കളി കൊഴുക്കും. ഇപ്പം സീക്രട്ട് ഏജൻറ്റ് സായി നല്ല രസമായിട്ടാണ് പറയുന്നത്. എനിക്കിഷ്ടപ്പെട്ടത്, പേഴ്സണലി എനിക്കിഷ്ടപ്പെട്ടു. പുള്ളി പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ഗെയിം മാറണോ മാറണ്ടയോ എന്നുള്ളതൊന്നും ഞാൻ പറയില്ല, അതൊക്കെ നിങ്ങളുടെ ഗെയിം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡുണ്ട്. അത് നൈസാണ്. എല്ലാ ആൾക്കാരെയും നന്നാക്കേണ്ട ആവശ്യം എന്താണ്? എല്ലാ ആൾക്കാരെയും നന്നാക്കാൻ വേണ്ടിയാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നിരിക്കുന്നത്. സായി ഫയറാണ്, നൈസായിട്ട് കയറി വരും സായി. അൻസിബെ കട്ടിൽ റാണി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ റിവ്യൂവിൽ അദ്ദേഹം വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് ആരുടെയും ഗെയിമൊന്നും മാറ്റാനായിട്ട് ആഗ്രഹമില്ല. ഋഷിയെ കുറിച്ചിട്ട് പറയുന്നത് ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യുക, നമ്മുടെ സർവൈവിങ് സ്കിൽസ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ കൂട്ടുകൂടി പോയി കഴിഞ്ഞാൽ അവസാനം വലിയ വിഷമത്തിലേക്ക് പോകും. അത് ഒരു സാധാരണ പ്രേക്ഷകൻ എപ്പോഴും ഋഷിയെ കുറിച്ചിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്. ശ്രീധുവിനെ കുറിച്ചിട്ട് പറയുന്നത്, തമിഴ് ബിഗ് ബോസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നോ? അതായിരുന്നു കുറച്ചും കൂടെ ബെറ്റർ. കാരണം സംസാരിക്കുന്ന സമയത്ത് തമിഴ് കയറി വരുന്നുണ്ട്. അപ്പോൾ അത് ശ്രീധുവിൻ്റെ ഉള്ള കോൺഫിഡൻസിനെയും കൂടെ തകർക്കുന്ന ഒരു സംഗതിയാണ്. ഇനിയിപ്പോൾ സംസാരിക്കുമ്പോൾ പിടിച്ച് അത് ബെറ്ററായി കഴിഞ്ഞാൽ ശ്രീധുവിന് ബെനിഫിഷ്യലായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ശ്രീധുവിന് പണി കിട്ടും. ശരണ്യയെ കുറിച്ചിട്ട് പറയുന്നത് ഭയങ്കര കൂളായിട്ട് ഗെയിമിനെ നോക്കിക്കാണുന്ന ഒരാളാണ്. ഇപ്പം അവസാനം ഫൈനൽ 5 ഇങ്ങനെ ടീമായിട്ടൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ, അപ്പോൾ അതിനെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. അത് നമ്മുടെ അപ്സരയെ കുറിച്ചിട്ടും സൈദയെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോംബോ വിട്ടുപിടിക്കേണ്ടി വരും, എപ്പോഴെങ്കിലും വിട്ടുപിടിക്കേണ്ടി വരും. റസ്മിനെ കുറിച്ചിട്ട് പറയുന്നത് ഇത്തിരി വിഭിന്നമായിട്ടുള്ള അഭിപ്രായമാണ്. റസ്മിൻ അവിടെ വേസ്റ്റ് ഇട്ടു, റസ്മിന് വേസ്റ്റ് ഇടാം, ഞാനാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ഇടും. റസ്മിൻ വേസ്റ്റ് ഇടണ്ട എന്ന് ഞാൻ പറയില്ല. റസ്മിന് തോന്നുന്ന കാര്യങ്ങൾ റസ്മിൻ ചെയ്യുക, അപ്പോൾ അത് ആലോചിച്ചിട്ട് ചെയ്യുക എന്നുള്ള ഒരു ഉത്തരവാണ്. എനിക്കത് ഇഷ്ടപ്പെട്ടു. അപ്സരയെ കുറിച്ചിട്ട് പറയുന്നത് അപ്സര അടിപൊളിയാണ്, ആ ഒരു കോംബോയെ കുറിച്ചിട്ട് എടുത്ത് പറയുന്നുണ്ട്. പക്ഷേ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ളൊരു സമീപനം അതൊരു പ്രശ്നമായിട്ട് പറയുന്നുണ്ട്. നോറയെ കുറിച്ചിട്ട് പറയുന്നത്, നോറയ്ക്ക് ടിഷ്യൂ വാങ്ങാൻ തന്നെ ബിഗ് ബോസ് വലിയ പണം ചിലവാക്കേണ്ടി വരും. വീട്ടിൽ നിന്ന് വന്നപ്പം ഫുള്ള് ടിഷ്യൂ പേപ്പറായിട്ടാണ് വന്നത്, കാരണം അത്രയധികം കണ്ണീരാണല്ലോ. നോറ അപ്പോഴത്തേനും അങ്ങ് ഇല്ലാണ്ടായിപ്പോയി. അർജുനെ കുറിച്ചിട്ട് പറയുന്നത്, ഈ ശരണ്യ അപ്സരയൊക്കെ പോലെ തന്നെ ഞാൻ കൺസിഡർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അർജുൻ, കുറച്ചും കൂടെ ആക്റ്റീവ് ആവേണ്ടതുണ്ട്. ജിൻഡോനെ വീണ്ടും മാമ എന്ന് വിളിക്കുന്നുണ്ട്. അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്തുകൊണ്ട് വിളിക്കുന്നു എന്നുള്ളതൊന്നും ജിൻഡോ ചോദിക്കാനായിട്ട് ഒരു സാധ്യതയില്ല. അപ്പം ജിൻഡോയെ കുറിച്ചിട്ട് പറയുന്നത്, ജിൻഡോ എല്ലാ ആൾക്കാരും പഠിച്ചിട്ടല്ലേ വന്നത്, അപ്പം ഞാനും പഠിച്ചിട്ട് തന്നെയാണ് വന്നത്. ഈ 23 ആൾക്കാരെ, പ്രൊഡിക്ഷൻ ലിസ്റ്റിലുള്ള 23 ആൾക്കാരെയും പുള്ളി കാണാപ്പാടം അരച്ച് കലക്കി പഠിച്ചായിരുന്നു ജിൻഡോ. ഞാനും അങ്ങനെ പഠിച്ചു എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. അപ്പം ജിൻഡോ പറയുന്നുണ്ട്, ഞാനിത് എക്സ്പെക്റ്റ് ചെയ്തിരിക്കുകയായിരുന്നു എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ എന്തോ ഇവൻ വന്നാൽ ഇങ്ങനെയുള്ള പണിയുണ്ട് എന്നുള്ളതൊക്കെ ജിൻഡോ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. ശ്രീരേഖയെ തുടക്കത്തിൽ റിവ്യൂ ചെയ്യുന്ന സമയത്ത് വിഷം എന്നുള്ളത് സീക്രട്ട് ഏജൻറ്റ് വിളിച്ചിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് എടുത്ത് പറയുന്നുണ്ട്, ഭയങ്കരമായിട്ട് ഒതുങ്ങിപ്പോയി എന്നുള്ള എല്ലാവർക്കും ഉള്ളൊരു പരാതി തന്നെയാണ് ശ്രീരേഖയുടെ കാര്യത്തിലുള്ളത്. ഗബ്രി ജാസ്മിൻ്റെ അടുത്ത് സായി ഇറക്കിയത് ഒരു മൈൻഡ് ഗെയിമാണ്. അപ്പം ഗബ്രി അളിയാ സുഖമാണോ? സുഖമാണ് എന്നുള്ളത് എനിക്കറിയാം,
നിങ്ങളുടെ കോംബോ അടിപൊളിയാണ്, എനിക്കിഷ്ടമാണ്, നല്ല കിടിലൻ ഗെയിമാണ് നിങ്ങളുടേത്, സൂപ്പർ ഗെയിമാണ് നിങ്ങളുടെ, നിങ്ങളിങ്ങനെ തന്നെ കളിക്കുക എന്നൊരു അപ്രോച്ചിലാണ് നമ്മുടെ സായി പറയുന്നത്. അപ്പോൾ അതിനകത്ത് സുഖമാണ് എന്ന് എനിക്കറിയാം, കിടിലൻ കോംബോയാണ് എന്നീ കാര്യങ്ങൾക്കകത്ത് ഒരു സംഭവമുണ്ട്. അത് ഗബ്രിക്കും ജാസ്മിനും മനസ്സിലാവും. ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് സിറ്റുവേഷൻഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ്, അപ്പം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ക്ലാരിറ്റി പ്രശ്നം പുറത്തുള്ളത് സായി എടുത്ത് അകത്തിടുന്നുണ്ട്. ജാൻമണി ചെറിയ രീതിയിൽ നിന്ന് കൊട്ടാനായിട്ട് സായി മറന്നില്ല. ജാൻമണി പ്രിപ്പയർഡാണ് എന്നുള്ളതറിയാം, പക്ഷേ ഞാൻ ഇവിടേക്ക് എക്കോണമി ക്ലാസ്സിലാണ് വന്നത്, എനിക്ക് അങ്ങനത്തെ ടിക്കറ്റാണ് എടുത്ത് തന്നത്. അപ്പോൾ ജാൻമണിയും ആ ഒരു ടിക്കറ്റിൽ തന്നെയാണ് വന്നത്. അപ്പം ഞാൻ അത് ഗെയിമിലേക്ക് എടുത്തിടേണ്ട എന്നുള്ളൊരു ടോൺ വന്നപ്പോൾ അത് ഗെയിമിലേക്ക് എടുത്തിട്ടത് ജാൻമണി അല്ല എന്നുള്ളത് സായി ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഞാനിതിൻ്റെ വളരെ ഒരു ചുരുങ്ങിയ രൂപമാണ് കേട്ടോ വായിക്കുന്നത്. അപ്പം അത് പറഞ്ഞ് ജാൻമണിയെ വീണ്ടും ഒന്ന് ഇരുത്തി. അത് പറയുന്നതിനോടൊപ്പം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് ബിഗ് ബോസ് ഷോയാണ്, ഇത് ജാൻമണി ഷോ അല്ല. അതിനുശേഷം DJ സിബിനാണ് വരുന്നത്. നമ്മുടെ റിനോഷിൻ്റെയൊക്കെ വൈബുള്ള ഒരു മച്ചാനാണ്, അതിൻ്റെ കുറേ പടി മുകളിലാണ്, ഭയങ്കര പോസിറ്റീവ് പ്രസൻസ് ആണ് ഈ പുള്ളിയെ കാണുന്ന സമയത്ത്. അങ്ങനെ പ്രൊവോക്കിങ്, ഉപദ്രവം അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. ഗെയിമറാണ്, മാന്യമായിട്ട് ഗെയിം കളിക്കാനായിട്ടാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. ഞാൻ അങ്ങനെയുള്ള ആളെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഈ പ്രൊവോക്കിങ്, തല്ലും പിടുത്തവും അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് കുറച്ചും കൂടെ കുറവുള്ളൊരു കണ്ടസ്റ്റൻറ്റിനെ വേണമായിരുന്നു. അപ്പോൾ DJ സിബിൻ അങ്ങനെ വന്നൊരു വ്യക്തിയായിട്ട് തോന്നും. അപ്പം സിബിൻ അൻസിബയാണ് പറയുന്നത്, കംഫർട്ട് സോണിലാണ് ഇരിക്കുന്നത്, ഇമേജ് കോൺഷ്യസ് ആണ്. ഋഷിയെക്കുറിച്ചിട്ട് പറയുന്നു, അളിയൻ കുറച്ച് ഇൻഹിബിഷൻസ് ഒക്കെ ഉള്ള ഒരാളാണ്, പുറത്തേക്ക് ഒന്ന് ഇറങ്ങേണ്ടതുണ്ട്. ശ്രീധുവിനെ കുറിച്ചിട്ട് പറയുന്നത്, എല്ലായിടത്തും നിന്നും ഒറ്റപ്പെടുന്ന ഒരു ഫീലുണ്ട്, ലാംഗ്വേജ് ബാരിയർ ആണ് എന്ന് തോന്നുന്നു. അതേപോലെ റസ്മിനെ കുറിച്ചിട്ട് പറയുന്നത്, ആങ്കർ ഇഷ്യൂസ് ഉണ്ടാകും, അത് കുറയ്ക്കണമെന്നുള്ളതൊന്നും ഞാൻ പറയില്ല, കൺട്രോൾ ചെയ്യണം എന്നുള്ളത് ഞാൻ പറയില്ല. മറ്റേ സൈഡ് ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ഇവിടെ സിബിനും ഉള്ളത്. ആരെന്ത് കാണിച്ചാലും പുറത്ത് കൊണ്ടൊരു പുറത്ത് പോകും, അവർ കളിക്കട്ടെ എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ്. അപ്സര സിബിൻ്റെ ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് ആണ്, ഇന്നലെ തന്നെ എടുത്ത് പറഞ്ഞിരുന്നു. നോറ ഗുഡ് ഗെയിമറാണ്, ആ കരയുന്നത് പോലും ഒരു ഗെയിമാണ് എന്ന് ഇവിടെ സിബിൻ അർത്ഥമാക്കുന്നുണ്ട്. അർജുനെ കുറിച്ചിട്ട് പറയുന്നത്, ആദ്യ ആഴ്ചകളിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷേ പിന്നീട് ഇമേജ് കോൺഷ്യസ് ആയിട്ട് തോന്നി, കുറച്ചും കൂടി ഒന്ന് ആക്റ്റീവ് ആവേണ്ടതുണ്ട്. ജിൻഡോയെ കുറിച്ചിട്ട് പറയുന്നത്, ഗെയിമൊക്കെ അടിപൊളിയാണ്, പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ജിൻഡോ സംസാരിക്കുന്ന കാര്യങ്ങൾ, മോശം വാക്കുകളൊക്കെ വരുന്ന സമയത്ത് ആളുകൾ TV ഓഫ് ചെയ്യും. അപ്പോൾ ജിൻഡോയുടെ സ്പേസാണ് അവിടെ പോകുന്നത്, അവർക്ക് കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ജിൻഡോയുടെ ആ ഒരു സംസ്കാരത്തെക്കുറിച്ചിട്ട് അവിടെ എടുത്ത് പറഞ്ഞു. ശ്രീരേഖയെക്കുറിച്ചിട്ട് പറയുന്നത്, ഇദ്ദേഹത്തിനൊരു അമ്മ ഫീൽ കിട്ടിയ ഒരാളാണ് ശ്രീരേഖ. ഭക്ഷണ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ശ്രീരേഖയുടെ മുഖമാണ് മൈൻഡിലേക്ക് വന്നത്. ശ്രീരേഖ അങ്ങനെ ഒതുങ്ങുന്ന ഒരു ക്യാരക്ടറൊന്നുമല്ല, ശ്രീരേഖ പുറത്തിറങ്ങും, എന്നാലും ശ്രീരേഖ ഉത്തരവാദിത്തത്തോടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഗബ്രിയോട് ഇന്നലെ പറയാൻ ഉറപ്പിച്ച കാര്യങ്ങൾ സിബിൻ പറയുന്നുണ്ട്. പ്രേമം എല്ലാ ആളുകളും ഇഷ്ടപ്പെടുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ഫീലാണ്, അതുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങ് സമ്മതിച്ചൂടെ, അങ്ങനെ സമ്മതിച്ചത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് എന്നിങ്ങനെയാണ് പറയുന്നത്. ഗബ്രിക്കൊന്നും മിണ്ടാനില്ല, അത് പബ്ലിക്കലി അക്സെപ്റ്റ് ചെയ്യുക, അത് അക്സെപ്റ്റ് ചെയ്യാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുന്നു. ജാസ്മിനെ കുറിച്ചിട്ട് പറയുന്നത്, നിങ്ങളുടേത് നല്ല കോംബോ, വണ്ടർഫുൾ ഗെയിമാണ്, ബ്രില്യൻ ഗെയിമാണ്, പക്ഷേ വിന്നർ ആവാൻ ഒരാൾക്കേ പറ്റുള്ളൂ. ജാസ്മിൻ റൈറ്റ് ട്രാക്കിലാണ് പോകുന്നത്. ഇപ്പം ഗബ്രി പോയാലും ജാസ്മിൻ കിടിലമായിട്ട് ഗെയിം കളിക്കും, പക്ഷേ ജാസ്മിൻ പോയി കഴിഞ്ഞാൽ ഗബ്രി ഡൗൺ ആവാൻ സാധ്യതയുണ്ട്. ജാൻമണിയെ കുറിച്ചിട്ട് പറയുന്നത്, ഞാൻ നിങ്ങൾക്കെതിരെ വിമർശനങ്ങളൊക്കെ പറയും, നിങ്ങൾ എന്നെ ശാപവാക്കുകൾ കൊണ്ട് മൂടിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ ഒരു ശാപവാക്കിനെ കുറിച്ച് തന്നെയാണ് നമ്മുടെ ജാൻമണിയോട് പറയുന്നത്. അപ്പോൾ ജാൻമണി പലപ്പോഴും ഇതൊരു തെറ്റായിട്ട് അംഗീകരിക്കുന്നില്ല. ഇപ്പോഴും ഇത് ക്രിറ്റിസിസമായി പറയുന്ന ആൾക്കാരോടെല്ലാം ഇവരോട് ഞാനിങ്ങനെയാണ്, ഞാൻ ചെയ്തത് ശരിയാണ് എന്നീ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ജാൻമണിക്കുള്ളത്. അപ്പോൾ ജാൻമണി എന്തുകൊണ്ടാണ് അത് അക്സെപ്റ്റ് ചെയ്യാത്തതെന്നുള്ളത് എനിക്കറിയില്ല. തോൽവി സമ്മതിക്കാൻ മടിയാണ് ജാൻമണി ദാസിന്, കാരണം അത്രയധികം പാമ്പറിങ് ഇട്ടിട്ടുള്ള ഇതൊരു കിഡാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ആ ഒരു പുറത്തുനിന്ന് കൊണ്ടുവന്ന അനാലിസിസുകൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.